ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു ഒരു എബ്രോഡ് സ്റ്റഡീസിന്റെ കൺസൾട്ടൻസിയിൽ. ശരി. അപ്പം അവിടുന്ന് ജോഗിങ്ങിന് പോയതാണ് ആക്ച്വലി ഞാൻ. അപ്പം അവിടെ ഒരു ഷൂട്ടിംഗ് സെറ്റ്, ലോക്പാൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ അടുത്തൊരു കോർഡിനേറ്റർ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ അപ്പം എല്ലാവരെയും അടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എസ് എൻ സ്വാമി സാറും ജോഷി സാറൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ചെയ്യാം, എനിക്കൊന്നും അറിയില്ല, ചെയ്യാം എന്താണെങ്കിലും. അങ്ങനെയാണ് എന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേൾക്കണേട്ടോ. ജോഗിങ്ങിന് പോയിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിത് പറയാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പലരും നല്ല ചുമ്മാ കള്ളം പറയല്ലേ. സീരിയസ്ലി അത് നല്ല കാര്യല്ലേ, നമുക്ക് വന്ന് ചേരുന്ന ഭാഗ്യല്ലേ. അതെ അതെ അതെ. അപ്പൊ അത് പറയേണ്ട മടിക്കണ്ട. ഇപ്പൊ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് പറയാൻ നമുക്ക് നാണക്കേടുണ്ടാവില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, വിശ്വസിക്കേണ്ട ആൾക്കാര്. അത് കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് ബാക്കി അവിടുന്ന് അതിലിങ്ങനെ ഒരു സംഭവം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി, ഒരു ചെറിയൊരു മൂവി, അതിൽ തലൈവാസൽ വിജയുടെ മോളായിട്ട് അഭിനയിച്ചു. പിന്നെ നടൻ എന്ന് പറഞ്ഞ മൂവിയില് ചെമ്പിൽ അശോകന്റെ മോളായിട്ട് അഭിനയിച്ചു. പിന്നെ ഇതിഹാസ ചെയ്തു. അതില് കുറച്ചും കൂടി ഒരു അതെ അതെ. പിന്നെ ഇതിഹാസം കണ്ടിട്ടാണോ കെ രാജീവ് സാറിന്റെ സീരിയലിലേക്ക്? കണ്ടിട്ടൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ ഞാൻ എപ്പോഴും, എനിക്ക് സാറിന്റെ സീരിയൽസ് ഞാൻ പണ്ട് കാണുമായിരുന്നു. പിന്നെ ഇത് ബോബി ആൻഡ് സഞ്ജയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ ചെയ്ത സീരിയലിന്റെ. 150 എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാം കൂടി ഞാൻ ഓക്കെ ആയിരുന്നു, ഒത്തു വന്നു. അപ്പൊ അവരെല്ലാരും അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ആക്ടർ ദിവ്യയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത്. അതെ അതെ, ഞാൻ തന്നെ വൈകിയാണ് തിരിച്ചറിയുന്നത്.